പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാ വീഡിയോകളും ഞാൻ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോകളും അതുപോലെ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീഡിയോ കാണിക്കാം. പിന്നെ ഈ കഴിഞ്ഞ 8-ാം തീയതി, നവംബർ 8-ാം തീയതി വൈകുന്നേരം ഞാനൊരു മാരേജ് റിസപ്ഷന് പോയിരുന്നു. ഈ നവംബർ 8-ാം തീയതി. അതിൻ്റെ മാരേജ് 10-ാം തീയതിയാണ്, നവംബർ 10-ന്. നവംബർ 8-നായിരുന്നു റിസപ്ഷൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ റിസപ്ഷൻ തലേ ദിവസം വയ്ക്കും. 10-ന് മാരേജ് ആണെങ്കിൽ 9-ന് വയ്ക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ദിവസത്തിന് മുന്നേ വയ്ക്കും. അതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. കാരണം അവർക്ക് ഒരു ദിവസം കിട്ടുമല്ലോ റെസ്റ്റ്. അല്ലെങ്കിൽ തലേ ദിവസത്തെ ഫംഗ്ഷനൊക്കെ തീരുമ്പോഴേക്ക് ഏകദേശം 10 മണി, രാത്രി 10 മണിയെല്ലാം കഴിയും. പിന്നീടുള്ള മണിക്കൂറുകൾ ധൃതിപ്പെട്ട് ബുദ്ധിമുട്ടി പിറ്റേ ദിവസം മാരേജിന് എത്തണം. അപ്പം അതുകൊണ്ട് ഒരു ദിവസത്തിന് മുന്നേ ഫംഗ്ഷൻ വയ്ക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. അങ്ങനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയ അഡ്വക്കേറ്റ് വസന്തലതികയുടെ വസന്തലതികയുടെ മകൾക്കല്ല, ബ്രദറിൻ്റെ മകൾക്ക്, അനിയൻ്റെ മകളുടെ മാരേജ് ആയിരുന്നു. 8-ാം തീയതി മാരേജ് ഫംഗ്ഷനായിരുന്നു. അതിനുവേണ്ടി ഞാൻ പോയിരുന്നു. അവർ ഹിന്ദുക്കളാണ്. പക്ഷേ വേറൊരു ചടങ്ങ് ഞാൻ കണ്ടു റിസപ്ഷൻ്റെ അന്ന്. അതായത് അവർ വെങ്ങാനൂർ സ്വദേശികളാണ്, ഹിന്ദുക്കളാണ്. കുഞ്ഞുനാൾ മുതലേ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഡോക്ടർ വസന്ത പ്രസാദിൻ്റെയും ഡോക്ടർ ബീനയുടെയും മകൾ ഡോക്ടർ ആര്യയുടെ മാരേജ് റിസപ്ഷനായിരുന്നു. ഡോക്ടർ ബീന നമ്മുടെ തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അങ്ങനെ 8-ാം തീയതിയുള്ള മാരേജ് റിസപ്ഷന് ഞാനൊരു പ്രത്യേക ചടങ്ങ് അവിടെ കണ്ടു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ രീതിയിലാണെങ്കിൽ നമ്മുടെ വീട്ടുകാർ അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത സാരി ഉടുത്തുകൊണ്ടാണ് നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. വരൻ്റെ വീട്ടിൽ നിന്നും സാരി കൊണ്ടുവരും. ഫംഗ്ഷൻ്റെ മാരേജ് റിസപ്ഷൻ്റെ അന്ന് കൊണ്ടുവന്ന് അത് ഉടുത്തുകൊണ്ടാണ് വധു കല്യാണ മണ്ഡപത്തിൽ കയറുന്നത്. എടുത്തിട്ടാണ് കല്യാണം നടക്കുന്നത്. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. പിന്നെ സാരി മാത്രമല്ല, വരൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നത് സാരി, ഫ്രൂട്ട്സ്, പൂവ് എല്ലാം കൊണ്ടുവന്നിരുന്നു. ഞാനത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചടങ്ങ് ഞാൻ കണ്ടു. വരൻ്റെ സഹോദരി, വരൻ്റെ ആൾക്കാരെല്ലാവരും കൊണ്ടുവന്നു. അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി, നല്ല രസകരമായി തോന്നി. പിന്നെ അത് വളരെ നല്ല സ്നേഹവും അവിടെ നല്ല പോസിറ്റീവ് വൈബായിരുന്നു അവിടെ കിട്ടിയത് എനിക്ക്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ശരി. അങ്ങനെ മാരേജ് റിസപ്ഷന് ഞാനും എത്തി. ഞാൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതാണ് വധു. എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് അഡ്വക്കേറ്റ് വസന്തലതിക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ്, സ്വീകരിക്കുകയാണ്. വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ നിർബന്ധിക്കുകയാണ് എന്നെ. സ്ഥലം വെങ്ങാനൂർ നീലകേശി ഓഡിറ്റോറിയമാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. 1 കിലോമീറ്ററും കഷ്ടിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നീലകേശി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതിനടുത്താണ് നീലകേശി മുടിപ്പുര, ചരിത്രപ്രസിദ്ധമായ മുടിപ്പുരയുടെ അടുത്താണ്. ഈ വരുന്നത് വധുവിൻ്റെ അമ്മയാണ്, ഡോക്ടർ ബീന. ഇവിടെ നിൽക്കാൻ പറഞ്ഞ് നമ്മൾ വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഫോട്ടോയും വീഡിയോ എടുക്കലും കഴിഞ്ഞു. ഞങ്ങൾ അതിൽ നിന്ന് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുകയാണ്.
വരൻ്റെ വീട്ടിൽ നിന്നും സാരി കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ കാണുന്നതടുത്ത്. അതെല്ലാം വരൻ്റെ ആൾക്കാരാണ്. ആ സൂട്ട് കേസ് തൂക്കി നിൽക്കുന്ന മോള് വരൻ്റെ സഹോദരിയാണ്. അത് അവർ മുന്നോട്ട് വരികയാണ്. ഒരാൾ പൂവ് കൊണ്ടുവരുന്നു, ഒരാൾ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നു. ഫ്രൂട്ട്സ് ഓറഞ്ച്, ഗ്രേപ്സ്, ആപ്പിൾ മുതലായവയാണ്. വധുവിൻ്റെ ആൾക്കാരാണ് ഇതാ നിൽക്കുന്നത്. ഇതെല്ലാം വരൻ്റെ ആൾക്കാർ ഇനി വധുവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഓരോന്നായിട്ട് 10-ാം തീയതിയുള്ള ആവശ്യത്തിനുള്ള സാരി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ, നല്ലൊരു സായാഹ്നമായിരുന്നു. വരൻ്റെ വീട്ടിൽ നിന്ന് വരെ നിർത്തിയ വീഡിയോ എടുക്കുകയാണ്. വധുവിൻ്റെ ആൾക്കാർ ഇവരെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊരു പ്രത്യേക ചടങ്ങ് തന്നെയാണ്. നമ്മുടെ ഒരേ നാട്ടുകാരാണ്. ഒരേ നാട്ടുകാരായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇവർ നല്ല വധുവിൻ്റെ ആൾക്കാർ നല്ല വിനയവും ലാളിത്യവും എല്ലാമുള്ള നല്ല ആൾക്കാരാണ്. കുഞ്ഞുനാൾ തൊട്ടേ എനിക്കറിയാം, ഈ ഫാമിലിയെ അറിയാം. 10ാം ക്ലാസ് വരെയും ഞാനും എൻ്റെ ഫ്രണ്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോകാറുണ്ട്, ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് അടുപ്പമുള്ള ഫാമിലിയാണ്. അതാ വരൻ്റെ ആൾക്കാർ വന്നു ഓരോന്നായിട്ട് കൊണ്ട് കൊടുക്കുകയാണ് വധുവിന്. വധുവിൻ്റെ അമ്മയാണ് അടുത്തത്. അതാ കൊണ്ട് കൊടുക്കുന്നു. ആദ്യം പൂവ് കൊണ്ട് കൊടുത്തു. ഏറെ സംഭവങ്ങൾ കൊണ്ടുവന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ അമ്മയാണെല്ലാം വാങ്ങി അവിടെ വെച്ചത്. ഇനി വരൻ്റെ ആൾക്കാരെ നിർത്തി വീഡിയോയും ഫോട്ടോയും എടുക്കുകയാണ്.
മോനെ കയറി നിൽക്കാൻ പറ. വിഷ്ണുവിൻ്റെ അനിയനല്ലേ അല്ലേ? വിഷ്ണുവിൻ്റെ ബ്രദറല്ലേ? ആ കയറി നിൽക്കാൻ പറ. എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചി. എല്ലാം കഴിഞ്ഞു. ഇത്താത്തിയുള്ള ഭക്ഷണം കഴിഞ്ഞു. കാപ്പി കുടിയും കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകും. പിന്നെ ഈ 10-ാം തീയതിയാണ് അതിൻ്റെ മാരേജ് നടക്കുന്നത്. അത് ഞാൻ നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ ഇടുന്നതാണ് അതിൻ്റെ. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം.